ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായൊരു സന്ദേശമാണ് സ്പിരിച്വൽ ഷെയറിംഗ് അല്ലെങ്കിൽ വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള കൗൺസിലിംഗ് ശുശ്രൂഷയെ പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സംസാരിക്കണമെന്ന സന്ദേശം. തോബിത്ത് മകൻ തോബിയാസിനെ ഉപദേശിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് ഒന്ന് വായിച്ച് ആ വചനഭാഗം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തോബിത്ത് 4:18 ഏറ്റുപറയുന്നു. വിവേകമുള്ള ഏതൊരുവനിൽ നിന്നും ഉപദേശം തേടുക, സതുപദേശം നിരസിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, തോബിത്ത് മകൻ തോബിയാസിനെ ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത്? വിവേകമുള്ള ഏതൊരുവനിൽ നിന്നും ഉപദേശം തേടുക. ഉപദേശം എന്ന ആ മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് പദം മിക്കവാറും നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുക കൗൺസിലിംഗ് എന്നാണ്. കൗൺസിലിംഗ്. വിവേകമുള്ള ഏതൊരുവനിൽ നിന്നും നീ കൗൺസിലിംഗ് തേടുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഒരു കൗൺസിലിംഗ്, ഒരു സ്പിരിച്വൽ ഷെയറിംഗ് നടത്തുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയി, ഒരു ആത്മീയമായ അറിവുള്ളൊരു വ്യക്തിയുടെ അടുത്ത് പോയി ഉപദേശം സ്വീകരിക്കുന്നത് എപ്പോഴും വളരെ നന്നായിരിക്കും. അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ വളർച്ചയ്ക്ക് ഇങ്ങനെയുള്ള സ്പിരിച്വൽ ഷെയറിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ശുശ്രൂഷ എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ പലതും ശരിയാണെന്ന് തോന്നും, പക്ഷെ അതെല്ലാം നമ്മെ നാശത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കുക. എന്നാൽ ദൈവഹിതം എന്താണ് എന്ന്, പരിപൂർണമായതൊക്കെ എന്താണെന്നുള്ളത് ഒരുപക്ഷെ ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളോട്, ഒത്തിരിയേറെ പ്രാർത്ഥനയിൽ വളർന്ന മക്കളോട് ആത്മാവിൻ്റെ ആലോചന ചോദിച്ച് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ നടത്തുമ്പോൾ തിരുവചനത്തിലൂടെയും തിരുസഭാ പ്രബോധനങ്ങളിലൂടെയും നമ്മുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇങ്ങനെയുള്ള മക്കളിലൂടെ ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുറേ മക്കൾ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ഷെയറിംഗ് ശുശ്രൂഷ അല്ലെങ്കിൽ കൗൺസിലിംഗ് ശുശ്രൂഷ, വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന മക്കളുടെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് ഈശോ കാണിക്കുകയാണ്. ആ ഉപദേശത്തെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഏതാനും വചനങ്ങൾ നമുക്ക് ഈ സമയം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം
15:22 എല്ലാവരും ഏറ്റു പറയുന്നു. സതുപദേശമില്ലെങ്കിൽ സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും. വേണ്ടത്ര ഉപദേഷ്ടാക്കൾ ഉള്ളപ്പോൾ അവ വിജയിക്കുന്നു. വീണ്ടും സുഭാഷിതം 13:10 നമുക്ക് ഏറ്റു പറയാം. താന്തോന്നികൾ ഔദത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്നവരുടെ കൂടെയാണ് വിവേകം. സുഭാഷിതം 11:14 ഏറ്റു പറയാം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലം പതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. പറഞ്ഞേ ഹാലേലുയാ. പറഞ്ഞേ ഹാലേലുയാ. കണ്ടോ, ഉപദേഷ്ടാക്കൾ ധാരാളം ഉണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഉപദേഷ്ടാക്കൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് പറയുക കൗൺസിലേഴ്സ്. ഉപദേശം, കൗൺസിലേഴ്സ് 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിലൊരു പ്രതിസന്ധികളൊക്കെ വരുമ്പോഴോ ഇങ്ങനെയുള്ളൊരു സ്പിരിച്വൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഷെയറിംഗ് ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നത് തീർച്ചയായും നമ്മുടെ വിശ്വാസ വർധനവിനും ആത്മീയ ഭൗതിക വളർച്ചയ്ക്കും കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെപ്പറ്റി വീണ്ടും തിരുവചനം നമ്മോട് പറയുന്ന ചില തിരുവചന ഭാഗങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു. സുഭാഷിതം 24:6 ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വിവേകിയായ മാർഗദർശി ഉണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ വിജയം നേടാം. ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹാലേലുയാ. വിവേകി ഉപദേശം തേടുകയാണ്. ബോഷന്മാരുടെ ദൃഷ്ടിയിൽ അവർ ചെയ്യുന്നത് വളരെ ഒന്നാം തരം കാര്യമാണ്. പക്ഷെ വിവേകമുള്ളൊരു വ്യക്തിയോ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിന് പോകും. നല്ല നല്ല ഉപദേശകരെ കണ്ടെത്തി അവരുടെ അടുത്ത് കൗൺസിലിംഗ് സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടിയുണ്ട്. മറ്റൊന്നല്ല, പലപ്പോഴും ഇവിടെ പറയുന്നൊരു കാര്യം തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം, ദൈവത്തെ ആരാധിക്കാനുള്ള സന്ദേശം. ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോഴാണ് നമുക്ക് ദൈവിക ദർശനങ്ങൾ ലഭിക്കുക, ദൈവിക കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക, ഉണ്ണീശോയെ യേശുവിനെ കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് സ്തുതിപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എഴുതിയിരിക്കുന്ന 2 വചനഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് ഈ സമയം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു. ലൂക്ക 2:36 ഏറ്റുപറഞ്ഞേൻ. ഫനുവേലിന്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പറഞ്ഞേ ഹാലേലുയാ. പറഞ്ഞേ ഹാലേലുയാ. 84 വയസ്സായ വിധവ ദൈവത്തെ സ്തുതിച്ച് ദേവാലയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ ഉണ്ണീശോയെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്. ആരൊക്കെ ദൈവത്തെ ശക്തമായി സ്തുതിക്കുന്നോ അവർക്ക് യേശുവിനെ കാണാൻ, ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ഇതേ ആശയം തന്നെ നമുക്ക് സങ്കീർത്തന പുസ്തകം 84-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ട്
ശക്തമായി നമ്മൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് പോവുകയാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. അവർ കൂടുതൽ ശക്തി യാചിക്കുന്നു. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. ഇരു കരങ്ങളിൽ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആരാണ് ദൈവത്തെ സിയോനിൽ ദർശിക്കുക? എന്നേക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപിതാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുത്രനായ യേശുവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുക. വാ തുറന്ന് സ്തുതിച്ച് ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. കൗൺസിലിംഗിന്റെ അഭിഷേകം നിറയട്ടെ. വരദാനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. തെറ്റായ ബോധ്യങ്ങൾ മാറട്ടെ. സ്തുതിപ്പിന്റെ തടസ്സങ്ങൾ മാറട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരം കടിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുക. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്നു ജനം പറയും വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്നു ജനം പറയും വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഇരു കരത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വചനാഭിഷേകം നിറയട്ടെ. വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലാത്മാ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഈ ഏൽറുഹ ദൈവവചന ശുശ്രൂഷ ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുത്തണേ, തിരത്തത്ത കഴിയണമേ. സകല ക്ഷുദ്രം, മന്ത്രവാദ, ആഭിചാര, ഗൂഢോത്ര, ദുഷ്ടദോഷം, പൈശാചിക ആക്രമണ, പീഡകള, ബാധകളെ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വസദന ദൈവത്തിന്റെ സതിയ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ സതിയരും മതിസ്ഥാനും നികാർ അപായ ഗബുരെ മലമന ശതമായ സാന്ത സംരക്ഷത്താലോ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലും വായുവിലും വസ്ത്രത്തിലും ഭക്ഷണം കടന്നുവന്ന മാനസിക ശാരീരിക ആത്മീയമുള്ള മാനസികമോ പ്രാപഞ്ചികമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:2 മർക്കോസ് 16:5 ഒന്നിയോന 3:8 പിശാചിന്റെ പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രം വന്നി വചന സതിയ സകലവിധ പ്രകൃതിക്ഷോഭ ഇടിമിൽ ഇടിവെട്ട് നാശനഷ്ടങ്ങള് ഉറപ്പ് ഉദ്ദേശം വാസി വൈരാഗ്യം തർക്കം കലകള് പ്രശ്നങ്ങള് പ്രതിസന്ധികള് ജഡികാസതി ദിവ്യാസതി കോപാസതി ഭക്ഷണാസതി സ്വയംപോക്ക സ്വർഗപോക്ക തെറ്റായ ബന്ധങ്ങള് സ്നേഹങ്ങള് വ്യഭിചാര ദുർബോധ അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം മരണതടസ്സം കോടതി സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആഗ്രഹം ബാഹ്യത ചെറുതും രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ചെറുപ്പജാല തടസ്സങ്ങള് രോഗശാന്തിയുടെ തടസ്സങ്ങള് സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങള് വരദാനങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങള് അതിന്റെ പിന്നിപ്പൊക്കെ പൈശാചി പീഡകൾ അന്ധകാര ശക്തികളെ സാത്താൻ ശക്തികളെ ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ
ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രവേശിച്ചു സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ. വിളിച്ചേൻ 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിച്ചേൻ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ചു ശബ്ദത്തില് ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ, ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ, നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി. കരങ്ങൾ ഉയർത്തി. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചേർന്ന് പാടി. ചെയ്യാൻ, കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ ഇരു കരങ്ങളൊത്ത് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ന പുണ്യവതി സ്തുതിച്ചതുപോലെ സ്തുതിക്കുക. ഈശോയെ കാണാനുള്ള ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ആദരിച്ച് സ്തുതിക്കുന്നു. ഭാഷകളുടെ ഭാഷ സ്തുതിക്കുക. അറിയാവുന്ന പോലെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. തടസ്സങ്ങളും ബന്ധങ്ങളും രോഗങ്ങളും അസ്വസ്ഥകളും മാറിപ്പോട്ടെ. ഈശോയെ നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദിവ്യകാണ്ഡത്തിൽ നോക്കി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വസ്ഥാനം തിരുന്നുകൊണ്ടോ മറ്റ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ സ്തുതിക്കുക. ഒത്തിരി പേരെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്ന നിമിഷത്തിലൂടെയാണ് കടന്നു പോവുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കടബാധ്യതയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. കടം കയറി ഒത്തിരി വേദനിക്കുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. 32 വയസ്സായ ഏകദേശം 32 വയസ്സായ ഒരു മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി ആ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ, ആ മകളോട് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അന്യമതത്തിൽപ്പെട്ട വ്യക്തിയെ പ്രേമിക്കുന്ന ഒരു വ്യക്തിയോട് അതിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് ശക്തമായി മുന്നറിയിപ്പ് തരികയാണ്. കുറേ നാളുകളായി കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി ഈ ശുശ്രൂഷ സമയത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. വിൽക്കാനിട്ടിരുന്ന ഒരു കാറിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തൈറോയിഡ് രോഗികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിച്ചോ. തൈറോയിഡ് രോഗികൾക്ക് ചിലർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. മിനി, ബെന്നി, ബെറ്റി ഈ പേരുകൾ ഈശോ തരുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. മദ്യപിക്കുന്നവരെ കർത്താവ് കാണിക്കുന്നു. മദ്യപാനം വീഞ്ഞുകൂടി അവസാനിപ്പിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. ഭൂമി ഇടപാടുകൾ ഉള്ളവർ സമയം പ്രാർത്ഥിച്ചോ. വിൽപ്പന തടസ്സമുള്ളവരൊക്കെ, ഭൂമി വിൽക്കാനിട്ടിരിക്കുന്നവർ, വാങ്ങാനിരിക്കുന്നവരൊക്കെ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചോ. ഭൂമി ഇടപാടുകളിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പഠന മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കും. പഠിക്കുന്ന മക്കൾ പ്രാർത്ഥിച്ചോ. പഠന മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗികളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവ് സൗഖ്യം നൽകി കർത്താവ് ചിലരെ അനുഗ്രഹിക്കുന്നുണ്ട്. നാളുകളായി നടക്കാത്തൊരു സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് വീണ്ടും കർത്താവ് സന്ദേശം തരികയാണ്. മനോജിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ചെവിവേദന വരുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. സംസാരിക്കാൻ തടസ്സമുള്ളൊരു കുട്ടിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അനു എന്നൊരു പേര് തന്നെ. അനുവിനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. 13 പേരുടെ വിദേശ യാത്രാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. എലിസബത്തിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 27 വയസ്സായ ഒരു പെൺകുട്ടിയുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫാർമസി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് കാണിക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ജോസഫ് എന്ന വ്യക്തിയുടെ ആണിരോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഡിവോഴ്സിൻ്റെ വക്കീലെത്തിയൊരു ദമ്പതികളെ കർത്താവ് ഒന്നിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. 5 വർഷത്തിലധികമായൊരു മകളുടെ ആമവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അല്പസമയം നിന്നു കഴിഞ്ഞാൽ അതിശക്തമായ പുറംവേദന വരുന്നൊരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്.
ജോലിയുടെ ഭാഗമായി ഒത്തിരി സമയം നിൽക്കേണ്ടി വരുന്ന വ്യക്തിയാണെന്ന് ഈശോ കാണിക്കുന്നു. എത്ര തണുപ്പിലും ശരീരം മുഴുവൻ ചുട്ടുപൊള്ളുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് കർത്താവ് സന്ദേശം തരുന്നു. ഒമാൻ ഒരു സ്ഥലപ്പേര് തരുന്നു. ഒമാൻ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. മുത്ത് എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയുടെ മലബന്ധം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലിസി എന്ന മകളുടെ ബ്ലീഡിങ്, പീരീഡ് സംബന്ധമായ അസ്വസ്ഥത കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാൻസർ രോഗിയുടെ വേദനയ്ക്ക് ഈശോ സൗഖ്യം നൽകുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ചെവി പൊട്ടിയൊലിക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സൗഖ്യം നൽകുന്നുണ്ട്. ചെവിയിൽ പഞ്ഞി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് റിനീഷ് എന്ന വ്യക്തിയുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ശക്തമായ ചുമയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം തരുന്നുണ്ട്. ബേബി എന്നൊരു പേരും ഈശോ തരുന്നു. ബേബിയുടെ ശക്തമായ ചുമ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭിണിയായ ഒരു മകളുടെ ചൊറിച്ചിൽ, മേല് ചൊറിയുന്ന അവസ്ഥ, അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ ആ മകൾക്ക് സന്ദേശം തരുന്നു. +2 പഠിക്കുന്ന ഒരു മകളുടെ തലവേദന, പീരീഡ് സംബന്ധമായ ബുദ്ധിമുട്ട് കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അനഘ എന്ന പേരുള്ളൊരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷ ഒരുമിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചുമട്ട് തൊഴിലാളികളായ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വചനം പഠിക്കാനും വചനം പ്രഘോഷിക്കാനും കർത്താവ് അവർക്ക് സന്ദേശം തരികയാണ്. MTH കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുട്ടിന് നീ ബെൽറ്റ് ഇട്ടിരിക്കുന്ന ഒരു മകൻ്റെ മുട്ടുവേദന മാറ്റി കൊടുത്ത് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് കുരു വരുന്ന ഒരാളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. മുഖക്കുരു മൂലം വലിയ വിഷമം അനുഭവിക്കുന്ന ഒരു യൂത്ത് പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു. 3 പെൺകുട്ടികളുള്ളൊരു വീടാണെന്ന് ഈശോ കാണിക്കുന്നു. പൂർവികർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കാനും ആ വീട്ടുകാർക്ക് കർത്താവ് സന്ദേശം തരികയാണ്. ആഹാരം കഴിക്കാത്തൊരു ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കാത്ത അവസ്ഥയാണ്. പക്ഷേ ആ മേഖലയിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വായ്പുണ്ണ് 4 പേർക്ക് സൗഖ്യം നൽകുന്നുണ്ട്. അതിലൊരു വ്യക്തി ഒരു ഗർഭിണിയായൊരു മകളാണെന്ന് ഈശോ കാണിക്കുന്നു. വീട്ടിൽ കറുത്ത ഉറുമ്പിൻ്റെ വലിയ ശല്യം ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. ആ വീട് വെഞ്ചരിക്കാനും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. എഞ്ചിനീയറായ അഞ്ജു എന്ന മകളെ കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജോലിയിൽ സസ്പെൻഷൻ കിട്ടിയ ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ആ വ്യക്തിയോട് വചനം വായിക്കാൻ ഈശോ സന്ദേശം തരികയാണ്. വചനം നിഷ്ഠയോടെ വായിക്കാൻ ആ വ്യക്തിക്ക് കർത്താവ് സന്ദേശം തരികയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ചാക്കോ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കുണ്ടുതോട് എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് അത്ഭുത ജപമാലയിൽ കൂടി ലഭിച്ച അനുഗ്രഹത്തെപ്പറ്റി സാക്ഷ്യം പറയാനാണ്. എനിക്ക് 12 വർഷമായിട്ട് ഫിസ്റ്റുല എന്ന രോഗം മൂലം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ഞാൻ പലവിധ മരുന്നുകൾ കഴിച്ചിട്ടും കുറവുണ്ടായിട്ടില്ല. ആയുർവേദം, അലോപ്പതി, ഹോമിയോ പല മരുന്നുകളും കഴിച്ചു. എനിക്ക് പല ഭക്ഷണവും കഴിക്കുമ്പോൾ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സഹോദരി അത്ഭുത ജപമാലയുടെ ലിങ്ക് അയച്ചു തന്നു. എനിക്ക് അത്ഭുത ജപമാലയെപ്പറ്റി ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് കിട്ടിയപ്പോഴാണ് മനസ്സിലാക്കിയത്. അന്ന് മുതൽ ചൊവ്വാഴ്ച ഉള്ള അത്ഭുത ജപമാലയിൽ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി. 3-ാമത്തെ ആഴ്ചയിൽ അത്ഭുത ജപമാലയുടെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നല്ലൊരു കുമ്പസാരം നടത്തി ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ മനസ്സുകൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്താൻ ആഗ്രഹിച്ചു. ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ചു. ക്ഷമിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയവരോട് ക്ഷമിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചാക്കോയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം മുതൽ എനിക്കിതുവരെ ആ രോഗം, ഇപ്പോൾ യാതൊരു അസുഖവുമില്ല. ഫിസ്റ്റുല എന്ന രോഗം പൂർണ്ണമായി കർത്താവ് എടുത്തു നീക്കി. ഞാനിപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ആഗസ്റ്റ് 6 മുതൽ എൽറുഹായിലെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത് നല്ലൊരു കുമ്പസാരം നടത്താൻ കർത്താവ് എനിക്ക് കൃപ നൽകി. പരിശുദ്ധ അമ്മ വഴിയും അന്തോനീസ് പുണ്യാളിൻ്റെയും അനുഗ്രഹത്താൽ എനിക്ക് കർത്താവ് തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ഈ സമയം കേട്ടത്. ചാക്കോ എന്ന പേരുള്ളൊരു മകൻ്റെ സാക്ഷ്യം. വർഷങ്ങളായിട്ടുള്ള ഫിസ്റ്റുല എന്ന രോഗം പെട്ടെന്നൊന്നും മാറാൻ
വല്ലാത്ത ഒരു രോഗമാണെന്ന് നമുക്കറിയാം. കുറേ ചികിത്സ ചെയ്ത് മാറാതെ വിഷമിക്കുകയായിരുന്നു. ഈ അത്ഭുതങ്ങളെ ജപമാല ലിങ്ക് കിട്ടി പ്രത്യേകം നിയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൽ പറഞ്ഞതുപോലെ തുറന്നൊരു കുമ്പസാരം ക്ഷമിക്കാനുള്ളവരുടെയൊക്കെ മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റാണ്ടായപ്പോൾ അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥിച്ചു, ക്ഷമിക്കാനുള്ള കൃപ തന്നെയെന്ന് പ്രാർത്ഥിച്ചു. ദൈവം കൃപ കൊടുത്തു, ക്ഷമിച്ചു, ഒരു തുറന്ന കുമ്പസാരം നടത്തി, അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചു. അത്ഭുത രോഗശാന്തി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. മനോഹരമായ വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെയുള്ള സാക്ഷി നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ക്ഷമിക്കാനുള്ളവരിത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നമ്മിലെല്ലാവരും ഉണ്ട്. നമുക്കും പരിപൂർണമായിട്ട് ക്ഷമിക്കാം. നമുക്കും എല്ലാവരെയും സ്നേഹിക്കാൻ തീരുമാനമെടുക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കാം. ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനമെടുക്കാം. പുതിയ തീരുമാനം എടുത്തുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഈ സമയം കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും യേശുവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണ